ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവഭക്തന്മാർക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവർ ദൈവത്തെ മുഖാമുഖം കാണുകയോ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ നേരിട്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർ ധൈര്യമായി അവരുടെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരോട് പറയും, ഈ ദൈവം നല്ല ദൈവമാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഒരാളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ വേറെ ആർക്കും ഖണ്ഡിക്കുവാൻ സാധ്യമല്ല. കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. അങ്ങനെയുള്ള ധാരാളം എക്സ്പീരിയൻസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ സഹായിച്ച ദൈവത്തെക്കുറിച്ച് അതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയും, അതെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനും ഇതേ അനുഭവത്തിൽ കൂടി ഒരു നാൾ കടന്നു പോയതാണ്. അന്ന് എന്നെ സഹായിക്കുവാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു, എന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയുവാൻ സാധിക്കും, ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കും ധൈര്യമായി ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും എന്ന് ആ വ്യക്തിക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. അത് ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 37-ാം സങ്കീർത്തനത്തിൽ ദാവീദ് 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരിക്കുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഒരു ബാലനായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ വിടുതലുകൾ ജീവിതത്തിൽ അത് നന്നായി മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദ് പറയുന്നു, ഞാൻ ബാലനായിരുന്നു, അന്ന് മുതൽ എനിക്ക് ദൈവത്തെ അറിയാം, ഇപ്പോൾ ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയുവാൻ സാധിക്കും, നീതിമാൻ തുണ ഇല്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ദാവീദ് പറയുന്നത്. അതൊരു വലിയ അനുഭവം തന്നെയാണ്. സ്തോത്രം. നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ. ദൈവം നൽകിയിരിക്കുന്ന ഒരു വഴിയുണ്ട്, ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. എന്തൊക്കെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും ആ ദൈവം കാണിച്ചിരിക്കുന്ന ആ റൂട്ടിൽ കൂടി തന്നെ മാത്രമേ ആ ഭക്തൻ നടക്കുകയുള്ളൂ. സ്തോത്രം. കാരണം റൂട്ട് മാറിയാൽ സംഗതി കുഴപ്പമാണെന്ന് ഭക്തന് നന്നായി അറിയാം. ദൈവം ഒരു റൂട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റൂട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പര്യാപ്തമായ നിലയിൽ തന്നെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടായിരിക്കുന്ന
കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് മാറി പോകുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. കുറേ നാൾ ദൈവത്തിൻ്റെ റൂട്ടിൽ നടക്കും, അതിനുശേഷം അവരവർക്ക് ഇഷ്ടമുള്ള റൂട്ടിൽ നടക്കും. അപ്പോൾ ഈ റൂട്ട് തമ്മിൽ യാതൊരു അടുപ്പവുമില്ല, യാതൊരു സാമ്യവുമില്ല, രണ്ടും രണ്ടാണ്. എങ്ങും എത്താതെ അവിടെ എവിടെയും കറങ്ങി നടന്ന് വെറുതെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇതാ, നീതിമാനായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നിശ്ചയമായും ഒരു നല്ല സഖിയെ, ഒരു തുണയെ, ഒരു കൂട്ടുകാരനെ ദൈവം ഒരുക്കും. കാരണം അവ ദൈവത്തിൻ്റെ ഉറപ്പാണ്. അവനെ പട്ടിണി കിടത്തുവാനും അവൻ്റെ തലമുറ അലഞ്ഞു നടക്കുവാനും അവൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുവാനും ദൈവം സമ്മതിക്കുകയില്ല. അത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ദാവീദ് ഈ നല്ല ദൈവത്തെ സേവിച്ചത് കാരണം ദാവീദിൻ്റെ മകനായ ശലോമോൻ ദാവീദിൻ്റെ ദൈവത്തെക്കുറിച്ച്, ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഒക്കെ സവിസ്തരം രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് നേരിട്ട് കണ്ട ശലോമോൻ പറയുന്നു, ആ ദൈവം ജീവനുള്ള ദൈവമാണ്, ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് ശലോമോൻ്റെ ജീവിതത്തിലും അന്വർത്ഥമാകുവാനിടയായി തീർന്നു. ശലോമോൻ നേരിട്ട് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ശലോമോന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു ദൈവത്തെക്കുറിച്ച് ശലോമോനും പറയുവാനുണ്ട്. അപ്പോൾ ദാവീദ് പറയുന്നത് 100% സത്യമാണെന്ന് ഇതിൽ നമുക്ക് ബോധ്യമാകും. കാരണം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ദാവീദ് കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായും ദൈവം അത് നീതിയായി കണക്കിടുകയും നമുക്ക് ശേഷം നമ്മുടെ തലമുറകൾക്കും നിശ്ചയമായും അതുവഴിയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ദാവീദിൻ്റെ സാക്ഷ്യവും തൻ്റെ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാനും അതുപോലെ ജീവിക്കുവാനും ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്കും ഉത്സാഹിക്കാം. ദൈവത്തിനൊരു മുഖപക്ഷവുമില്ല. ആര് യഥാർത്ഥമായി ദൈവത്തെ സേവിച്ചാലും അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും. അതിനകത്ത് ദൈവത്തിന് ഒരു മുഖപക്ഷവുമില്ല എന്നുള്ളത് സത്യമാണ്. ആണെന്നോ പെണ്ണെന്നോ, പണ്ഡിതനെന്നോ പാമരനെന്നോ, പണക്കാരനെന്നോ യാചകനെന്നോ രാജാവെന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു സാധാരണക്കാരനെന്നോ ഒന്നും ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. ആര് യഥാർത്ഥമായി ദൈവത്തെ സേവിച്ചാലും നിശ്ചയമായും ദൈവം അവരെ അനുഗ്രഹിക്കും. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ദാവീദിന് ഉറപ്പായി സാക്ഷ്യം പറയുവാൻ സാധിക്കുന്നെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ ദൈവത്തെ സേവിക്കുക വഴിയായി എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുവാൻ, അവരുടെ ഭാവി സുരക്ഷിതമായി എന്ന് പറയുവാൻ നമുക്കുമിടയാകും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്. നാം ദൈവത്തിൽ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടെങ്കിൽ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ പ്രാണൻ ഒരു ദിവസം ദൈവരാജ്യത്തിലെത്തും.
എങ്കിൽ നാം കണ്ടുമുട്ടിയ ദൈവത്തെ നമ്മുടെ വരും തലമുറകളും കണ്ടുമുട്ടുവാൻ, നമ്മുടെ മക്കളും കണ്ടുമുട്ടുവാൻ, അവരും ഈ ദൈവരാജ്യത്തിലെത്തുവാൻ നിശ്ചയമായും ഇടയായിത്തീരും. ഈ ഭൂമിയിലെ ഭൗതികമായ നന്മകൾ മാത്രമല്ല, അതിനപ്പുറം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ആത്മീക അനുഗ്രഹങ്ങൾ എല്ലാം നമ്മുടെ തലമുറകൾക്കും ദൈവം നൽകി അവരെയും അനുഗ്രഹിക്കും എന്നുള്ളത് 100% സത്യസന്ധമായ വസ്തുതയാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്കും ഈ ദൈവത്തെ സേവിക്കാം, നമ്മുടെ തലമുറകൾക്കും ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ വചനം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാം. ഇതാ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. സ്തോത്രം. നിശ്ചയമായും വീണാലും കൈപിടിച്ച് താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ബാല്യം മുതൽ വാർദ്ധക്യ സമയം വരെയും താങ്ങി നടത്തിയ ഒരു ദൈവത്തെ ദാവീദിന് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനുണ്ടെങ്കിൽ നമുക്കും ഈ ദൈവത്തെ നമ്മുടെ തലമുറകളോട് പരിചയപ്പെടുത്തി ഈ ദൈവത്തെ സേവിക്കുവാൻ അവരെയും ഒരുക്കാം. അതുകൊണ്ട് ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുടുംബം മുഴുവനും ഈ സത്യദൈവത്തെ സേവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.